ഈ ചില മാധ്യമങ്ങളൊക്കെ ഇതിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് 17 ആൾ മരിച്ചു, 37 ആൾ മരിച്ചു. പിന്നെ പെട്ടെന്ന് പറയണത് 200 എന്ന് പറയുന്നത് എന്തോ ഒരു ക്രിക്കറ്റ് പിന്നെ സ്കോർ പിന്നെ ചെയ്ത പോലെയാണ് എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ട് എന്തോ ഒരു ഫുട്ബോൾ കമൻട്രി പറയുന്നത് പോലെ പറയുന്നൊരു തരത്തേക്ക് മനുഷ്യൻ വേണ്ടി മാറുകയാണ്. മനുഷ്യനാണ് ഈ മരിക്കുന്നത്, മനുഷ്യന്മാരുടെ മരണത്തിൻ്റെ എണ്ണാണ് ഈ പറയുന്നത് എന്ന ഒരു വികാരമൊന്നും ആളുകൾക്ക് ഉണ്ടാകുന്നില്ല. അത് പറയുന്നവർക്കുമില്ല, കേൾക്കുന്നവർക്കുമില്ല. എല്ലാം ഒരു ആഘോഷമാക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ചയാകേണ്ട കുറേ വിഷയങ്ങളുണ്ട്. അതായത് ഒന്ന് മനുഷ്യൻ്റെ ജീവൻ ചർച്ചയാകേണ്ട വിഷയമാണ്. അതേപോലെ തന്നെ ജീവിതം, മനുഷ്യ ജീവിതം ചർച്ചയാകേണ്ട വിഷയമാണ്. അതേപോലെ മനുഷ്യൻ്റെ മരണാനന്തരമുള്ള ജീവിതം, മനുഷ്യന് ഈ ജീവിതത്തിൽ എന്തിനു വന്നു എന്ന ലക്ഷ്യം. കാരണം മനുഷ്യന്മാരാണല്ലോ അങ്ങനെയൊരു അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ ആ മനുഷ്യനെക്കുറിച്ച്, അങ്ങനെ അപകടത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ച്, അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? അവിടെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ അവരെ പിന്നെ ഉണ്ടായിരുന്ന ആളുകളെ പറ്റിയുള്ള കഥകൾ ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിൽ മാതാപിതാക്കളെ കാണാൻ വന്ന ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ പേരക്കുട്ടികളെ കാണാൻ പോകുന്ന ആൾക്കാരുണ്ട്, അതേപോലെ മരണകർമ്മങ്ങൾ ചെയ്യാൻ വന്ന ആൾക്കാരുണ്ട്, സ്വപ്നഭവനത്തിലേക്ക് താമസം മാറാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്, വിവാഹ നിശ്ചയത്തിന് വന്ന ആൾക്കാരുണ്ട്, വെക്കേഷൻ ടൂറും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ കുടുംബത്തെ കൂട്ടാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഭർത്താവിനെ കാണാൻ പോയ ആളുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വപ്നങ്ങൾക്ക് വേണ്ടി, അതുപോലെ ഒരുപാട് കാലം പഠിച്ചിട്ട് ഒരു ജോലി നേടാൻ വേണ്ടി കണ്ട സർട്ടിഫിക്കറ്റുകളുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പിന്നെ മുൻ ഭരണകർത്താക്കന്മാരുണ്ട്. ഇവരൊക്കെ ഒരുപാട് അങ്ങനെയുള്ള ആളുകളുടെ ആ ജീവിത ലക്ഷ്യമുണ്ടല്ലോ, അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ച പിന്നെ ഷമീൽ ഏതെങ്കിലും ചാനലിൽ കണ്ടോ? ഏതെങ്കിലും പത്രത്തിൽ, മുഖപ്രസംഗത്തിൽ കണ്ടോ? ഏതെങ്കിലും ഒരു ലേഖനത്തിൽ കണ്ടോ? എവിടെയാ ചർച്ച ഉള്ളത്? എവിടെയാ ചർച്ച നമുക്ക് കാണാൻ കഴിയില്ല. മനുഷ്യനെന്ത് വിലയുള്ളത്? ആ പിന്നെ വിമാനത്തിൻ്റെ പിന്നെ ഫോട്ടോ നമ്മളെല്ലാവരും കണ്ടു, അതിൻ്റെ പിൻഭാഗം എടുത്ത് ഒഴിവാക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടു, അതിൽ ബ്ലാക്ക് ബോക്സ് തിരയണ ചിത്രം ഒക്കെ തിരയണം, ഒക്കെ റെഡി. പക്ഷെ അതിൻ്റെ കൂടെ അതിൽ മരിച്ചുപോയ മനുഷ്യന്മാരുടെ ജീവിതത്തെപ്പറ്റി എന്തുകൊണ്ട് ഈ പ്രബുദ്ധരെന്ന് പറയുന്ന ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നത് നമ്മൾ ഒരു ചെറിയ വിഷയമല്ല. ഇപ്പോൾ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് 10 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് രക്ഷപ്പെട്ട ഒരു വിദ്യാർത്ഥിനി, അപ്പോൾ ആ വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടു. അതിലൊരുപാട് സംഭവങ്ങളുണ്ട്, പാഠങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇതിൽ നിന്നൊരു മനുഷ്യൻ മാത്രം പുറത്തേക്ക് തെറിച്ചിട്ട് നടന്നു പോരുക. അപ്പോൾ ചില ആളുകൾ മരിക്കുന്നു, ചില ആളുകൾ ജീവിക്കുന്നു, ചില ആളുകൾക്ക് ചില മിസ്സായതുകൊണ്ട്, ബ്ലോക്ക് വന്നതുകൊണ്ട് അതിൽ കയറാൻ പറ്റാതെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്താ ഇതിനെക്കുറിച്ചൊന്ന് കൃത്യമായിട്ടുള്ള ഒരു പഠനവും കാര്യങ്ങളും എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നത്